ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയരായ എൻ്റെ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വിശ്വാസികളെ, മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന മാലാഖമാരുടെ വൃന്ദമേ, ഇപ്പോൾ ഈ 8 കുഞ്ഞുങ്ങളെ മദ്ബഹായിലെ ശുശ്രൂഷയ്ക്കായിട്ട് പരിശുദ്ധ റൂഹ വിളിച്ചടുപ്പിക്കുക. ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നുള്ള ബോധ്യം എൻ്റെ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കന്മാരെ, കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പഠിച്ച മിടുക്കരായി മേപ്പോട്ടുള്ള ഉയർന്ന പദവിയിലേക്ക് വരുവാൻ തക്കവണ്ണം പരിശുദ്ധ റൂഹ നിങ്ങളെ വിളിച്ചടുപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വികാരിയച്ഛന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ പറയുന്നത് അനുസരിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും അതനുസരിച്ച് മദ്ബഹായിലെ ശുശ്രൂഷയിൽ അവർ പറയുന്നതനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ജീവിതവും ക്രമവും. അതുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായി, സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നാം ഓരോരുത്തരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഞാനിവിടെ താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് 2 കണ്ണേ ഉള്ളൂ. എന്നെ നോക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം നമ്മളെല്ലാവരും അതുവായ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുമ്പോൾ നമ്മളെ എല്ലാവരും താഴെ നിൽക്കുന്ന ജനം നോക്കിക്കൊണ്ടായിരിക്കുന്നത്. നമ്മൾ വർത്തമാനം പറയുന്നത്, കുശലം പറയുന്നത്, ചിരിക്കുന്നത്, വേറൊരാളെ പുറത്ത് തോണ്ടുന്നത്, ഇതൊക്കെ നമ്മളെ മറ്റുള്ളവർ കാണുന്നു, വീക്ഷിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കണം. അതുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ള കുഞ്ഞായി വളരണം. ദേവാലയത്തിൽ വരുമ്പോഴും, സ്കൂളിൽ പോകുമ്പോഴും, കോളേജിൽ പോകുമ്പോഴും ഒക്കെ നല്ല മാതൃകയുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇന്നെല്ലാം 8 പേര് ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. നല്ല വെള്ള വസ്ത്രവും നല്ല കറുത്ത പാഞ്ഞുമൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ അവസരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിങ്ങൾ ദേവാലയത്തിൽ മദ്ബഹായി പ്രവേശിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളിടുന്ന ശുശ്രൂഷ കുപ്പായം 1 മാസത്തിലൊരിക്കലെങ്കിലും അമ്മയോട് പറഞ്ഞത് നല്ലപോലെ അലക്കി തേച്ച് ഭൂതാശ ചെയ്ത് വസ്ത്രം ധരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്കിടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ മാതാവിൻ്റെ മധ്യസ്ഥത നിങ്ങൾക്ക് കാവലായിരിക്കട്ടെ. ഇന്ന് ഈ ദേവാലയം പുതുക്കി പണിതിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മളെയും നമ്മുടെ ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിനിടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മദ്ബഹ തീയാണെന്നും തീയിലാണ് ശുശ്രൂഷിക്കുന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുവാനായിട്ട് നമുക്കിടയാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. പറക്കുമാറിന്റെ കർത്താവേ, സത്യവിശ്വാസമാകുന്ന ഇളകാത്ത പാറമേ, നിന്റെ പരിശുദ്ധ സഭയെ നീ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലത് ശക്തിപ്പെടുകയും നിന്നിൽ നിന്ന് പരിപൂർണ സഹായങ്ങളും ദിവ്യദാനങ്ങളും പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. അതിൻ്റെ മക്കൾ അവയാൽ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിന്റെ പരിശുദ്ധാലയത്തിൽ ശുശ്രൂഷിപ്പാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ മേലുള്ള ശരീരഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിപ്പാനും പ്രശോഭിക്കപ്പെടുമാറാകണമേ. സീനായ് മലമേൽ തിരുവാസാൽ പാവനമാക്കിയ പരിശുദ്ധ വന്നു വസിച്ചിദാസയും നിർമ്മലനാക്കി തീർക്കേണമേ. ആവെന്നോണം ദാനത്തി സുതരുടെ ശിരസിൽ വാണവനാടൂഹാവന്നീദാസയും പാവനനാക്കി തീർക്കണമേ. ബാറയ്ക്കുമോ ശുഭരാബോലബറോവൽ റൂഹോ കാദീശോ മാളികയിൽ ശ്രീയന്മാർ മേലാവാസം ചെയ്തോ വന്നു വസിച്ചിടയോ
നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും സദാ നേരത്തിലും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. മനുഷ്യവർഗത്തെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് വരുത്തുകയും വീണ്ടും തെറ്റി പാപത്തിൽ വീണപ്പോൾ രക്ഷിച്ചെഴുന്നേൽപ്പിക്കുകയും ദിവ്യമായ തന്റെ ശ്രേഷ്ഠ മഹോന്നതത്തിലേക്ക് അടുത്തു വരുവാൻ യോഗ്യമാക്കുകയും ചെയ്ത കാരുണ്യവാനായ കർത്താവേ, നിനക്ക് സ്തുതി. കരുണ നിറഞ്ഞവനും ആർദ്രതയുള്ളവനുമായ കർത്താവേ, ഈ നേരത്ത് സുഗന്ധധൂപത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. അനന്തമായ നിന്റെ അനുഗ്രഹങ്ങളാൽ വെടിപ്പും വിശുദ്ധിയുമുള്ള നിന്റെ ആലയത്തിലെ ഉത്തമ ശുശ്രൂഷകരാകുവാൻ ഈ നിന്റെ മക്കളെ നീ യോഗ്യരാക്കണമേ. കണ്ടാലും നിന്റെ ശ്രേഷ്ഠതയുടെ ത്രോണോസിൽ മുമ്പാകെ ഇവർ വണങ്ങിക്കൊണ്ട് നിന്റെ നൽവരങ്ങൾക്കായി നോക്കി പാർക്കുന്നു. കർത്താവേ, അവിടുത്തെ പൈതങ്ങളെ വിശുദ്ധമായ മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും സുഗന്ധധൂപത്തോടെ അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ കുൽഖോനിയൗമോ സ്വദഹായില്ലവല്ലീ. ബാറക്കുമോർ കർത്താവേ, തൃത്വഭാഷണങ്ങളാകുന്ന കാദീശിന്റെ പാട്ടുകളാൽ അവർണ്ണനീയമായ നിന്റെ ശ്രേഷ്ഠതയെ വാഴ്ത്തുന്ന ആത്മീയ സംഘങ്ങളാൽ സ്വർഗം നിന്നെ സ്തുതിക്കുന്നു. മണ്ണിൽ നിന്നും നിന്റെ കൽപ്പനയാൽ സൃഷ്ടിക്കപ്പെടുകയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിന്റെ ശ്രേഷ്ഠതയ്ക്ക് അടുത്ത് വരുവാൻ നീ യോഗ്യരാക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യ മക്കളാൽ ഭൂമി നിന്നെ ആരാധിക്കുന്നു. നീ സകലവും പരിശോധിക്കുന്നവനും സകലത്തിനും മതിയാകുന്നവനുമായ കർത്താവാകുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമാകുന്ന യേശുമശിഹായാകുന്ന നിന്റെ വാത്സല്യപുത്രൻ മുഖാന്തരവും നിന്റെ പരിശുദ്ധ റൂഹായുടെ ആവാസത്താലും ഈ ശുശ്രൂഷയുടെ ആത്മീയ ദാനങ്ങൾ ബലഹീനരാകുന്ന അടിയങ്ങളെ ഫലമേൽപ്പിച്ചു. ഞങ്ങൾ നിന്റെ കരുണയെ സ്തോത്രം ചെയ്യുകയും നിന്റെ കൃപയെ സ്തുതിക്കുകയും ചെയ്യുന്നു. നിന്നിൽ ശരണപ്പെട്ടുകൊണ്ട് നിന്റെ താഴ്മയോട് ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കരുണയാൽ ഞങ്ങളുടെ പാപങ്ങൾ മായിക്കണമേ. നിന്റെ ആർദ്രതയാൽ ഞങ്ങളുടെ അകൃത്യങ്ങൾ നീക്കിക്കളയണമേ. നിന്റെ കൽപ്പനകളെ പൂർത്തീകരിക്കുന്നവരും തികയ്ക്കുന്നവരും പൂർണ്ണരുമാക്കി ഞങ്ങളെ ആക്കി തീർക്കണമേ. തിരുമുമ്പാകെ കുറ്റം കൂടാതെ ശുശ്രൂഷിപ്പാനും നിന്റെ ദൈവീകമായ ജ്ഞാനം ചൂണ്ടിക്കാണിച്ച് അടുപ്പിച്ചിട്ടുള്ളവരെ നിന്റെ പരിശുദ്ധ മദ്ബഹായിലേക്ക് അടുപ്പിക്കുവാനും ഞങ്ങൾ മതിയാകുമാറാകണമേ. ഈ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ മക്കളെ നിന്റെ പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ സ്വീകരിപ്പാനും പൂർണ്ണരാക്കുവാനും നീ യോഗ്യത നൽകണമേ. അധർമ്മത്തിന്റെയും പാപത്തിന്റെയും സകല മലിനതകളിൽ നിന്നും ഇവരുടെ ശരീരവും ആത്മാവും ഒരുമിച്ച് വെടിപ്പായിക്കൊണ്ട് ഉത്തമനും സ്വീകാര്യവുമായ നിർത്തിരിക്കണം സമാശ്വസിപ്പിക്കുന്ന വെടിപ്പുള്ള കുഞ്ഞാടായി നിന്റെ പരിശുദ്ധാലയത്തിൽ ഇവർ തീരുമാറാകണമേ. നിന്റെ ദിവ്യശക്തിയാൽ ഇവർ ബലപ്പെടുകയും സകല ദാനങ്ങളിൽ നിന്ന് ഉന്നതവും ദിവ്യവുമായിരിക്കും നിന്റെ നൽവരങ്ങളിലേക്ക് അവർ പടിപടിയായി കയറുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പാർക്കുമോർ ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ും
തിരുസഭയുടെ ശാന്തിക്കും നന്മയ്ക്കും സന്നദ്ധിയായ ഉണ്മയിലും നാം തൃത്വത്തെ തിരുസഭയുടെ ശാന്തിക്കും നന്മയ്ക്കും സന്നദ്ധിയായ ഉണ്മയിലും നാം തൃത്വത്തെ സ്തുതി മഹിമ ഉന്നതിയതിനും തിരുസഭയുടെ ശാന്തിക്കും നന്മയ്ക്കും സംഗതിയാൽ ഉണ്മയിലും നാം തൃത്വത്തിൽ സ്തുതി മഹിമ Macam mana?